Good morning. Sorry, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. എല്ലാവരും വന്നോ? Good afternoon. ആരാണ് പ്രയർ പാടുന്നത്? മാം ഞാൻ ചൊല്ലാൻ. മാം കേൾക്കുന്നുണ്ടോ? കേൾക്കാം. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together, bind us together with love. There is only one God, there is only one King, there is only one body, that is why we sing. Bind us together, God, bind us together with cords that cannot be broken. Bind us together, God, bind us together, bind us together with love. Bind us together with love. Thank you, ma'am. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അല്ലെ? ചാപ്റ്റർ എന്താണ്? ചാപ്റ്റർ മെന്റൽ ഹൈജീൻ. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല മാം. ഓക്കെ. ഇവിടെ ഉള്ളത് കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ ഇതല്ലാതെ ഞാൻ വേറെ പോയിന്റ്സ് നിങ്ങൾക്ക് തരാം, അതൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് മനസ്സിലാവുമെന്നൊന്ന് നോക്കിയേ. ഞങ്ങൾ കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട് ഇപ്പൊ തന്നെ.
പിന്നെ തന്നെ ചെറുതാക്കി ഒരു ഫോം ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒന്ന് പറഞ്ഞു തരാൻ ഓർത്തായിരുന്നു. ഓക്കെ മാം. എന്നിട്ട് അത് പഠിച്ചാൽ മതി. മേജർ ഒബ്ജക്റ്റീവ്സും എയിംസും സെപ്പറേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. എല്ലാവരും എത്തിയോ? പാർട്ട് 1 ആണോ മാഡം? എന്താണ് പാർട്ട് 1? കുറച്ച് പേരും കൂടി ഒന്ന് വന്നോട്ടെ കേട്ടോ. കുറച്ച് പേരും കൂടി വന്നോട്ടെ. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നമുക്ക് എയിംസ് നോക്കാം. എയിംസ് പറഞ്ഞുതരാം കേട്ടോ. എല്ലാവരും വന്നോ? മിസ് ഇത് പാർട്ട് 1 സെക്ഷൻ ആണോ? അതെ അതെ. ഓക്കെ. നമ്മള് നീഡ് ഫോർ മെന്റൽ ഹൈജീൻ കുറച്ച് പറഞ്ഞു തോന്നുന്നു. പക്ഷെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് 6. Okay. First research. മാം മാം കോട്ട് പറയണ്ടേ? സൈനിങ് ഇൻ വേണ്ടേ? എന്താണ് മാം സൈനിങ് ഇൻ? ആ സൈനിങ് നിങ്ങൾ ചെയ്യാൻ The purpose of our life is happy. Is to be happy. Signing in Deepika Verma. താങ്ക് യു. ഓർമ്മിച്ച് പറഞ്ഞു. ഞാൻ മറന്നുപോയത്. നോക്ക് ചെയ്യണോട്ടോ സൈനിങ്ങും സൈൻ ഔട്ട് ഒക്കെ. ഓക്കെ മാം. ഓക്കെ. എയിംസ് ഓഫ് മെന്റൽ ഹൈജീൻ എന്ന് ഹെഡിങ് കൊടുക്കുക. എഴുതാട്ടോ. എയിംസ് ഓഫ് മെന്റൽ ഹൈജീൻ. പറഞ്ഞോ. To achieve mental health. To achieve mental health. To achieve mental health. മെന്റൽ ഹൈജീനിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് എയിം ആണ് പറയുന്നത്. എന്താണ്? ടു അച്ചീവ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാനുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓരോന്ന് പറയുമ്പോൾ ഓരോ പോയിന്റ്സ് പറഞ്ഞു പോവാം. എഴുതിയെടുത്തോളൂ, നോട്ട് ചെയ്തോളൂ കേട്ടോ. ടു അച്ചീവ് മെന്റൽ ഹെൽത്ത്. ഓക്കെ. Then second point, improve quality of life. Improve quality of life. എന്താണ് പറയുന്നത്? ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ജീവിത നിലവാരം ഉയർത്തുക അല്ലേ? എങ്ങനെയാ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കും നമ്മൾക്ക്? ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം?
providing emotional stability, providing emotional stability. ഇത് നെക്സ്റ്റ് പോയിന്റ് ആണോ മാം? അല്ല എങ്ങനെയാണ് ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത് കേട്ടോ. Providing emotional stability and preventing negative behavior. Providing emotional stability and preventing negative behavior. Preventing negative behavior. Providing emotional stability and preventing negative behavior. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? അപ്പൊ മെന്റൽ ഹൈജീന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞ എന്താണ്? ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്? പറയേ. Emotional stability and prevent negative എന്താണ് മലയാളത്തിലൊന്ന് പറഞ്ഞേ, നമുക്ക് മനസ്സിലായത് പറയും. emotional ആയിട്ടുള്ള stability മെയിൻറ്റെയിൻ ചെയ്യാൻ നെഗറ്റീവ് ബിഹേവിയർ ഇല്ലാതെ പ്രിവെന്റ് ചെയ്യാം. ലൈഫില് നെഗറ്റീവ് ബിഹേവിയർ ഒഴിവാക്കുന്നത് വഴി തന്നെ എനിക്ക് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ലൈഫിന് ഒരു ക്വാളിറ്റി ഉണ്ടാവാനായിട്ട് സാധിക്കുന്നു അല്ലെ. നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ, അത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സുകൾ ഒഴിവാക്കുക. പിന്നെന്താണ്? ഇമോഷണൽ സ്റ്റെബിലിറ്റി നിലനിർത്തുക. എന്താണ്? നമ്മള് ഇമോഷണലി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അല്ലാതെ എന്തെങ്കിലും ഇമോഷൻസിന്റെ പിറകെ പോയിട്ട് അതിൽ വീണ് പോകാതെ, തളർന്നു പോകാതെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ സാധിക്കണം. പിന്നെന്താണ്? ഇതുപോലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് എന്തൊക്കെ വരാം നെഗറ്റീവ് ബിഹേവിയേഴ്സില്? ദേഷ്യം, പെട്ടെന്ന് ചെറിയൊരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് കരയുക, ക്രൈം ഒക്കെ ചെയ്യാനുള്ള മെന്റാലിറ്റി ഒക്കെ ഇല്ലാണ്ടാക്കുക. സൂസൈഡ് ഒക്കെ ചെയ്യാനുള്ള മെന്റാലിറ്റി ഒക്കെ ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ബിഹേവിയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഓവർ തിങ്കിങ്, ബാഡ് ഹാബിറ്റ്സ് അല്ലെ. ചില ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവും, നമുക്ക് ചില മോശമായ ദിനചര്യകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ തന്നെ ഒഴിവാക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റുള്ളവരോട് എങ്ങനെയാണ് നമുക്ക് പെരുമാറാൻ സാധിക്കേണ്ടത്? എങ്ങനെ പെരുമാറണം? അച്ചടക്കത്തോടെ, ബഹുമാനത്തില്, നല്ല ഗുഡ് മാനേഴ്സ് ആയിട്ട്. ഗുഡ് മാനേഴ്സുകൾ കീപ്പ് ചെയ്യുക അല്ലെ. നല്ല രീതിയിൽ നമ്മുടെ ആദർശങ്ങളൊക്കെ പറയാൻ സാധിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. മെന്റൽ ഹൈജീനിക് ആവണമെങ്കിൽ എന്താണ് നമ്മുടെ ലൈഫ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഒരു മെന്റൽ ഹൈജീനിക് കൂടി അവിടെ ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ തന്നെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ലക്ഷ്യങ്ങളാണ് അതിന്റെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, build a positive attitude. Build a positive attitude. Build a positive attitude. Build, B-U-I-L-D, build. Build a positive attitude എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു സാഹചര്യത്തെയും പോസിറ്റീവായിട്ട് കാണും. ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കുക അല്ലേ. അതിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക.
ഓക്കെ, അപ്പോഴെന്താ സംഭവിക്കുന്നത്? എന്തിനോടും നല്ല രീതിയിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവമാണ് നമ്മൾ തുടരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മെന്റലി ഹെൽത്തി നന്നായി മുന്നേറാൻ പറ്റും. ഓക്കെ, സെക്കൻഡ്. എന്നാ പിള്ളേരെ പൂജ ഹോളിഡേസ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്നാ പൂജ വയ്ക്കുന്നത്? 17 വ്യാഴം വൈകിട്ട്. വ്യാഴാണോ വെള്ളിയാണോ? വ്യാഴം. വ്യാഴം. ഈ തവണ 10 ദിവസമാണ് ഉള്ളത് നവരാത്രി. അതല്ലടാ ഞാൻ ചോദിച്ചത്. അപ്പം അല്ല 10 ആണോ 11 ആണോ അതിനൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തോ? വ്യാഴാഴ്ച എടുക്കും. വെള്ളിയാഴ്ച ചിലവർ 11-ാം തീയതി വരും. Yes, Thursday ആയിരിക്കും. 9-ാം തീയതി വെക്കും. നാൾ പ്രകാരം 9-ാം തീയതി വെക്കും. അടുപ്പിച്ചിട്ട് 2 നാൾ വരുന്നുണ്ട്. അതുകൊണ്ട് 9-ാം തീയതി പൂജ വെക്കും. Okay. വൈകിട്ട് പൂജ വെക്കും. 10-ാം തീയതി പബ്ലിക് ഹോളിഡേ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ്. 10-ാം തീയതി മുതൽ പബ്ലിക് ഹോളിഡേ വരുന്നുണ്ട്. നെക്സ്റ്റ് മൺഡേ ആണ് പിന്നെ സ്കൂൾ ഓപ്പണിംഗ് ആവുള്ളൂ. 13-ാം തീയതി അല്ലേ പൂജന് വിദ്യാരംഭം? ഓക്കെ, ശരി. അത് പലരും വെള്ളിയാഴ്ച എന്ന് പറയുന്നുണ്ട്, വൈകിട്ടാണ് പൂജ വയ്ക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ ചോദിച്ചതാണ്. ഓക്കെ ഓക്കെ. ഡെവലപ്പ് ഗുഡ് പേഴ്സണാലിറ്റി. ഡെവലപ്പ് ഗുഡ് പേഴ്സണാലിറ്റി. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡെവലപ്പ് ഗുഡ് പേഴ്സണാലിറ്റി. മെന്റൽ ഹൈജീന്റെ നെക്സ്റ്റ് എയിം ആണ് പറയുന്നത് എന്താണ്? ഡെവലപ്പ് എ ഗുഡ് പേഴ്സണാലിറ്റി. എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരു ഗുഡ് പേഴ്സണാലിറ്റിക്ക് വേണ്ടത്? എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? ഹാപ്പി ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം, ഗുഡ് ബിഹേവിയർ ഉണ്ടായിരിക്കണം, മെന്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം, മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം, പോസിറ്റീവ് തിങ്കിങ്, ഗുഡ് മാനേഴ്സ്. ഓക്കെ, പിന്നെ എല്ലാരോടും നല്ല രീതിയിൽ ഓക്കെ. റെസ്പെക്ട് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? ഗുഡ് ഹാബിറ്റ്സ് ഉണ്ടായിരിക്കണം, സത്യസന്ധത, എല്ലാവരോടും സൗഹൃദപരമായിട്ട് ഇടപെടാൻ പറ്റണം. ഓക്കെ. ഗുഡ് റിലേഷൻഷിപ്സ് ഉണ്ടാവണം അല്ലെ? ഫ്രണ്ട്ലി റിലേഷൻഷിപ്സ് ഉണ്ടാവണം, ട്രസ്റ്റി ആയിരിക്കണം, ടോളറന്റ് ആയിരിക്കണം, സൗമ്യമായി പെരുമാറണം, പേഷ്യന്റ് ഉള്ള വ്യക്തി ആയിരിക്കണം, പേഷ്യൻസ്, ക്ഷമ വേണോ? ക്ഷമ വേണോ? വേണ്ടല്ലേ? ക്ഷമയുള്ളവരാണോ? അല്ല. റെസ്പോൺസിബിൾ ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം. ഓക്കെ. ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഒരു പേഴ്സൺ ഗുഡ് ആയിട്ട് അല്ലെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മള് വേണ്ട കാര്യങ്ങൾ അതൊക്കെയാ. ഓക്കെ, സഹജീവികളോട് കരുണ വേണം. യെസ്, അതന്നെ. വെരി ഗുഡ്. അപ്പുറത്ത് നിൽക്കുന്ന ആളെ മനസ്സിലാക്കുന്ന തരത്തില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്.
അതെ, ആ ഒരാളെ ഭയങ്കര മോശമായിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ പുറത്തു നിൽക്കുന്ന ചുറ്റും എതിരെ നിൽക്കുന്ന ആളുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഗുഡ് ലിസണർ ആയിരിക്കണം, ലവബിൾ ആയിരിക്കണം അല്ലെ. ഗുഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ലവബിൾ ആയിരിക്കണം. ദേഷ്യം ഉണ്ടാവും, ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അല്ലെ, ആക്ടീവ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അദ്ദേഹം ഒരു ഗുഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എയിംസിൽ വരുന്നത് കേട്ടോ. എയിംസ്, മെന്റൽ ഹൈജീൻസിന്റെ എയിംസിൽ വരുന്നതാണ്. എന്തൊക്കെയാണ്? ടു അച്ചീവ്, ഇത് പറഞ്ഞ ഓരോരുത്തരും പറഞ്ഞേ, ഓരോ പോയിന്റ്സ് പറഞ്ഞാൽ മതി, എക്സ്പ്ലനേഷൻ വേണ്ട. To achieve mental health. To achieve mental health. Okay. Second point. Improve quality of life. Improve quality of life. Improve quality of build a positive attitude. Providing emotional stability and preventing negative behavior. Build a positive Positive build a positive. a good personality. Okay. Then develop a good personality. Okay. അത്രയാണ് നമ്മൾ ആ എയിംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ചും കൂടി ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടീച്ചർ ചെറുതാക്കിയിട്ട് പറഞ്ഞേക്കണം കേട്ടോ. അപ്പൊ നിങ്ങളിത് മാത്രം പഠിച്ചാൽ മതി, അത് നോക്കണ്ട, അതൊന്ന് വായിച്ചു മാത്രം വെച്ചാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻസ് വരുമ്പോ ഞാൻ എങ്ങനെ തോന്നും. ഇനി ഒബ്ജക്റ്റീവ്സ് നോക്കാം അല്ലെ. ഒബ്ജക്റ്റീവ്സ് ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് പറയുന്നതല്ലേ നല്ലത് നിങ്ങൾക്ക്? Okay, thanks. Then, okay. Objectives of mental hygiene. എന്തെല്ലാം objectives ആണ്? Objectives of mental hygiene. എന്തെല്ലാം objectives? Mute ചെയ്യണേ. Okay. Promoting mental health. First point ആണ് promoting mental health. Promoting mental health. Promoting mental health. Promoting mental health. Mental health എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം? ഏതെല്ലാം രീതിയില്? ഇത് സൈഡ് ഹെഡിങ് ആണ് ടീച്ചർ. ഒബ്ജക്റ്റീവ്സ് ആണോ? മാം പ്രൊമോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഉയർത്തിപ്പിടിക്കുക എന്നാണോ? യെസ്, സപ്പോർട്ട് കൊടുക്കുക. കൂടുതൽ സമയം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. മൈൻഡ് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാം. മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും. സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാം. ഡെയിലി യോഗ ചെയ്യാം. ബുക്സ് വായിക്കാം. യെസ്, ഓക്കെ. പോസിറ്റീവ് തിങ്കിങ്. ഓക്കെ. പോസിറ്റീവ് തിങ്കിങ് നമുക്ക് എങ്ങനെ കിട്ടും? ഹെൽത്തി ആയിട്ടിരിക്കുമ്പോ എങ്ങനെ കിട്ടും പോസിറ്റീവ് തിങ്കിങ്? യോഗ പോലുള്ള എക്സസൈസ്, യോഗ. യെസ്, എക്സസൈസ് ചെയ്യുമ്പോൾ, യോഗ ചെയ്യുമ്പോൾ, then മോട്ടിവേഷൻ ക്ലാസ്സുകൾ, യെസ്, then മെഡിറ്റേഷൻ, then എന്താണ് ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ഹാപ്പി ആകുന്നത്, ഒരു കഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോൾ അല്ലെ. അപ്പൊ നമ്മളുടെ മനസ്സിന് ഹാപ്പിനെസ് കിട്ടുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കുക. അപ്പൊ എന്താണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം അല്ലെ, കൂടുതൽ സപ്പോർട്ട് ചെയ്യാണ്. അതായത് ഒരു ഇമോഷണൽ എന്താ പറയാ, മനസ്സിനൊരു നല്ലൊരു സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും ഹാപ്പിനെസ്സിൽ തന്നെ. അതാണ് കൂടുതൽ എന്താണ് നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ. ആ അതിന് ഹാപ്പിനെസ് കിട്ടുന്ന തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ മാക്സിമം എൻഗേജ്ഡ് ആവാനായിട്ട് ശ്രമിക്കുക. അത്തരം ഹാപ്പിനെസ്സും പോസിറ്റീവ് കിട്ടുന്ന ഒരു സയൻസിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക.
അങ്ങനെ നമ്മുടെ മെന്റൽ ഹെൽത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് പോയിന്റ്, പ്രിവെന്റിങ് മെന്റൽ ഇൽനെസ്. പ്രിവെന്റിങ് മെന്റൽ ഇൽനെസ്. പ്രിവെന്റിങ് മെന്റൽ ഇൽനെസ്. ഈ പോയിന്റ്സുകളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർറിലേറ്റഡ് ആണ് കേട്ടോ. എല്ലാം പറഞ്ഞു വരുമ്പോൾ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഒന്നുകൂടി പറയോ? Preventing mental illness. Preventing mental illness. 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 ഇൽനെസ് മീൻസ് എന്താണ്? Illness അസുഖങ്ങള്, അസുഖം, രോഗമില്ലാത്ത മനസ്സിനെ ബാധിക്കുന്ന ഇൽനസ്. സങ്കടം, ദേഷ്യം. യെസ്. എന്തൊക്കെയാണ് നമ്മളെ മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങൾ? എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? സ്ട്രെസ്, സ്ട്രെസ്സോ? ടെൻഷൻ, ടെൻഷൻ, ഡിപ്രഷൻ. ഡിപ്രഷൻ. യെസ്, ഡിപ്രഷൻ. ഡിപ്രഷനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നല്ലേ? ഓക്കെ. അതായത് നമ്മുടെ മനസ്സ് നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥ. അതെന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവുക, ഇമോഷണലി ഫുള്ളി ഡാമേജ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഡിപ്രസ്ഡ് ആവുക എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റസിൽ കൂടി കടന്നുപോയവർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പൊ അത്തരത്തില് മാനസികമായ വിഷമം വരുന്ന അല്ലെങ്കിൽ ഇമോഷണലി തളർത്തുന്ന തരത്തിലുള്ള അത്തരം കാര്യങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇമോഷണലി നമ്മളുടെ റിയാലിറ്റിയിൽ നിന്ന് സംഭവിക്കുന്ന എല്ലാ ഇമോഷൻസും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ സന്തോഷങ്ങളും അത് ഒരേ നിലയിൽ കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഒരേ നിലയിൽ രണ്ടിനും ഒരേ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള രീതിയിൽ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാനസികമായ ഒരു അസുഖം നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ, അതായത് മെന്റൽ അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ മനസ്സിനെത്തിക്കാതെ അത് നമുക്ക് തന്നെ അത് സ്വയം പറ്റുള്ളൂ, നമ്മൾ അതിൽ നിന്ന് ആർജിച്ചെടുക്കണം. എങ്കിലെന്താണ്, അത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സിന് യാതൊരുവിധ അസുഖങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? പ്രൊമോട്ടിംഗ് മെന്റൽ ഹെൽത്ത്. ദെൻ സെക്കൻഡ്, പ്രിവെന്റിംഗ് മെന്റൽ ഇൽനെസ്. ദെൻ addressing social problems. Addressing social problems. Addressing, ADDRESSING. Addressing social problems. Addressing social problems. Addressing social problems. എന്താണ് അവിടെ പറയുന്നത്? Addressing social problems. പറയേ. സമൂഹത്തിൽ നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുന്നു. അഭിമുഖീകരിക്കാൻ പറ്റും അല്ലേ? ഓക്കെ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങള്, മയക്കുമരുന്നിന്റെ ഉപയോഗം, ഈക്വൽ റൈറ്റ്സ്, യെസ്, അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഓക്കെ. പറയും, നിങ്ങൾ പറയേ. ആകെ 2-3 കുറച്ച് പേര് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എത്ര പേരുണ്ട്? 99 പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പില്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഒറ്റപ്പെടുത്തൽ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ അതൊരു സോഷ്യൽ പ്രോബ്ലം ആണോ? ആണോ? വേറെന്തൊക്കെയാണ്? ആലോചിച്ച് നോക്കിയേ. സാമൂഹിക പ്രശ്നങ്ങൾ എന്തെല്ലാം? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. എന്തൊക്കെ ഇഷ്യൂസ് നമ്മുടെ സോഷ്യൽ ലൈഫിൽ നടക്കുന്നുണ്ട്? അത് പ്രോബ്ലംസ് ആണുള്ളത്. നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഇപ്പൊ ഈ ൊക്കെ
സ്ത്രീധനത്തിന്റെ ഒക്കെ പേരിലെ സ്ത്രീകൾ യെസ്, ഗൗരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസുകൾ. ഓക്കെ, കാസ്റ്റ് ബേസ്ഡ് അല്ലെ, മതവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസുകൾ. ഓക്കെ, നെക്സ്റ്റ് പോവർട്ടി, ദാരിദ്ര്യം. യെസ്, മാം എൻവയോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടത്. ബാലവേല പറ്റുമോ? എന്താണ്? ബാലവേല. യെസ്, ബാലവേല. ഓക്കെ, എൻവയോൺമെന്റ് പ്രകൃതി ചൂഷണം വരുന്നത്. എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്നാണോ പറഞ്ഞത്? എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ വേറെ കാറ്റഗറി അല്ലേ? പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ അത് റിലേറ്റ് ചെയ്ത് വരും. ഓക്കെ, സോഷ്യൽ പ്രോബ്ലംസ് അതൊന്നായിട്ട് പറയാം. ഓക്കെ, യെസ്, ഡൊമസ്റ്റിക് വയലൻസ്, റിച്ചും പൂവറും ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ഹയർ ക്ലാസ്, സാമൂഹിക നീതിയെ വെച്ചിട്ട് റേസിസം, അൺഎംപ്ലോയ്മെന്റ്, ചൈൽഡ് ലേബർ, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അതെന്താ നിങ്ങൾ പറയാത്തെ? ഓക്കെ, സെക്ഷൽ ഹറാസ്മെന്റ്, വയലേഷൻ, അൺടച്ചബിലിറ്റി, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ചൈൽഡ് മാരേജ്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടി ഉണ്ട്. ലഹരി വസ്തുക്കൾക്കൊക്കെ കുട്ടികളെ അടിമയാകുന്നത്. അതുണ്ട്. ഓക്കെ, മരുന്നുകൾ ഉപയോഗമുണ്ട്. പിന്നെന്താണ്? ചൈൽഡ് അബ്യൂസ്. ഓക്കെ, മതപരമായ പ്രശ്നങ്ങള്. മതപരമായ. ഓക്കെ, പിന്നെ ജെൻഡർ ഈക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റി. ഓക്കെ, പിന്നെയും ഉണ്ട് പ്രശ്നങ്ങള്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക. പറഞ്ഞു, ചൈൽഡ് ലേബർ, സ്റ്റുഡൻസ് ഇത് പറഞ്ഞാലും പോസിറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മനസ്സോ. എന്താ പറഞ്ഞേ? ഹൈ ക്ലാസ്, ലോ ക്ലാസ് തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, പിന്നെ മാം പട്ടിണി, ഹങ്കർ ഇഷ്യൂ ഉണ്ട്. പട്ടിണി, പറയണില്ലല്ലോ, പറയാം. ഓൾഡ് ഏജ് ഹോംസിനെ പറ്റി എന്തായാലും പറയാത്തെ? അതൊരു സോഷ്യൽ പ്രോബ്ലം അല്ലേ? എന്തിനാണ് ഓൾഡ് ഏജ് ഹോംസുകൾ ഇത്രയും പെരുകുന്നത്? എന്തുകൊണ്ടാണ്? മക്കള് നോക്കാത്തത്. മെന്റൽ ഹൈജീൻ ഇല്ലാത്തോണ്ടാണ്. ആൾക്കാർക്ക് മെന്റൽ ഹൈജീന് ഒരു പ്രാധാന്യം കൊടുക്കാത്തോണ്ടാണ് വൃദ്ധസദനങ്ങളൊക്കെ കൂടുന്നത്. യെസ്, ഓക്കെ. അപ്പോ ഓൾഡ് ഏജ് ഹോം എന്നുള്ളത്, അതായത് വയോജനങ്ങളെ നോക്കാത്തത്. അച്ഛനെയും അമ്മയും എന്താണ് ഒരു ക്രൈം കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഹോംസിലേക്ക് മാറ്റുന്നത് ഏറ്റവും വലിയൊരു സോഷ്യൽ ക്രൈം തന്നെയാണ് കേട്ടോ. ഓക്കെ, ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ വിട്ടു, ബാക്കി എല്ലാം പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് ഇതിനെ നേരിടാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ? ഇല്ല, ഒരു സോഷ്യൽ പ്രോബ്ലം കണ്ടാൽ ഞാനിങ്ങനെ നോക്കി നിൽക്കുള്ളൂ അല്ലേ? നമ്മളത് കാണുവാണെങ്കിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യെസ്, ഓക്കെ, അത്ര മതി, അത്ര മനസ്സിലാക്കി മതി. അപ്പൊ നിങ്ങളൊരു മെന്റൽ ഹൈജീൻ പേഴ്സൺ ആണ് കേട്ടോ. അപ്പൊ അഡ്രസ്സിംഗ് സോഷ്യൽ പ്രോബ്ലംസ്, ദെൻ പ്രിവെന്റിംഗ് സൂയിസൈഡ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് പ്രിവെന്റിംഗ് സൂയിസൈഡ്. മാനസിക ശുചിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകളാണ് ഈ പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, preventing suicide, then preventing drug addiction. Preventing
preventing drug addiction. Next, helps people adjust to helps people adjust to different situation and environments. Helps people adjust to different situation and environments. Helps people adjust to different situation and environments. Situation and environment. പരിസ്ഥിതി. എഴുതിയോ? യെസ്. ഓക്കെ. ഓക്കെ, എന്താണ് ആ പോയിന്റ്സിൽ പറയുന്നത്? എന്താണ് പ്രിവെന്റിങ് സൂയിസൈഡ്, പ്രിവെന്റിങ് ഡ്രഗ് അഡിക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അതായത് മെന്റലി ഇൽനെസ് സംഭവിക്കുന്ന സമയത്താണ് ഇത്തരത്തില് സൂയിസൈഡുകളിലും അതുപോലെ തന്നെ മയക്കുമരുന്നുകളിലൊക്കെ അഡിക്റ്റ് ആവുന്ന ഒരു അവസ്ഥ വരുന്നത് അല്ലെ? ഇത്തരത്തിലുള്ള അറ്റംപ്റ്റ്സ് നടത്താനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. മാനസികമായിട്ട് എന്താണ് അവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സമയത്താണ് ഇത്തരത്തിലുള്ള ടെൻഡൻസികൾ തോന്നുന്നത്. ഓക്കെ, അതില് എന്താണ് പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്സുകൾ ഉണ്ടാകാം അല്ലെ? ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാകാം, ദെൻ സ്കൂളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടാവാം, ദെൻ ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആവാം, അത് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു ഇഷ്യൂസ് ഒക്കെ എന്താണ് സൂയിസൈഡിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് ആ ഒരു കാരണങ്ങൾ അഫക്ട് ചെയ്യുന്നത്? ടീച്ചറിന് നമ്മുടെ തന്നെ ഒരു റിലേഷനിൽ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ആണോ? ആ ഗെയിം കളിയാണ് അതിന്റെ ബാക്കില്. അവരിതിൽ ഓൺലൈനിൽ ഉണ്ടോ അറിയില്ല. അവരെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. കേന്ദ്ര വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്, നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. എന്തോ കൊറിയൻ ഗെയിം എന്തോ ആയിരുന്നു പറഞ്ഞത്, ഫോണിൽ കളിച്ചിട്ട്. +2 പഠിക്കുന്ന കുട്ടി. ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആൺകുട്ടിയാണ്. പോലീസ് എൻക്വയറി നടത്തിയപ്പോ പോലീസ് കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ ഗെയിം കളിച്ചിട്ടാണെന്ന്. വീട്ടുകാർക്ക് മനസ്സിലായില്ല എന്താ കാരണം എന്നുള്ളത്. പോലീസാണ് പറഞ്ഞത്. നമ്മളുടെ കൂട്ടത്തിലാണോ? ആ, നമ്മളെ കൂട്ടത്തിലുള്ള റിലേഷൻ. ശരി. Then helps people adjust to different situation and environment. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ ഫ്ലഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ. മിസ്സേ, ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. ഇത് ഞാനാണ് ആ വീഡിയോ ഇട്ടത്. എന്റെ റിലേറ്റീവ് അല്ല കേട്ടോ, എനിക്ക് ഒരു കസിൻ അയച്ചു തന്നതാ, അല്ലാതെ എന്റെ റിലേറ്റീവ് അല്ല ആ കുട്ടി. അത് സംഭവിച്ച കാര്യമാണ്, പക്ഷെ അത് എന്റെ റിലേറ്റീവ് അല്ല. ഇവര് തെറ്റിദ്ധരിച്ചതാണ് എന്റെ റിലേറ്റീവ് ആണെന്ന്. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയണത് അത് എന്റെ വോയിസ് അല്ല. ആ വോയിസ് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഇട്ടതാണ്. അത് ഞാൻ പറയുന്ന വോയിസ് അല്ല കേട്ടോ. ക്ലിയർ ആയിട്ടോ, മനസ്സിലാവാഞ്ഞിട്ടായിരിക്കോട്ടെ ചോദിച്ചത്. ഓക്കെ.
ഓക്കെ, ഡിഫറെന്റ് സിറ്റുവേഷൻ ആണ് എൻവയോൺമെന്റ് എന്നാ പറയുന്നത്. വ്യത്യസ്ത സാഹചര്യങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉള്ള ആളുകളെ സഹായിക്കാൻ, പ്രത്യേക എന്തെങ്കിലും ഇഷ്യൂകൾ ഉള്ള സാഹചര്യങ്ങളിലുള്ളവരെ. നാട്ടിലൊക്കെ നടന്ന ഫ്ലഡ് പോലെയുള്ള സംഭവങ്ങളിൽ അവരെ പഴയ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യാൻ. എക്സാമ്പിൾ നമുക്ക് വയനാട് പറയാം അല്ലേ, അർജുന്റെ കേസ് പറയാം അല്ലേ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലെ, നമ്മള് ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് മറ്റു പീപ്പിൾ നമ്മൾ അതിൽ അഡ്ജസ്റ്റഡ് ആവണാണ്. ഇപ്പൊ അർജുന്റെ കേസിൽ ഒരു 72 ദിവസം അല്ലെ, 72 ദിവസം വരെ നമ്മൾ അതില് മെന്റലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും ഒക്കെ നമ്മൾ കൂടെ നിന്നിട്ടുണ്ട് ആ ന്യൂസിന്റെ കൂടെ അല്ലെ. ആ ഫാമിലിയുടെ കൂടെ അല്ല, കേരളത്തിലെല്ലാം, കേരളം അല്ല മറ്റ് അത് കർണാടക പീപ്പിൾ വരെ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ കൂടെ നിന്നവരാണ്. അപ്പൊ നമുക്ക് ഏത് സിറ്റുവേഷനിലും ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ആ എൻവയോൺമെന്റിൽ തുടരാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഓക്കെ, 72 ദിവസമൊക്കെ ഒരാൾക്ക് വേണ്ടി കേരളം എത്രത്തോളം വെയിറ്റ് ചെയ്ത് ഏതെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആദ്യത്തെ ഇല്ല, അതൊരു ആദ്യത്തെ സംഭവമാണ്. അതൊരു നമുക്കൊന്നും ആർക്കും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ന്യൂസ് ആണ് അല്ലെ. തിരിച്ചു വരുന്ന തന്നെ പ്രതീക്ഷിച്ചിരുന്നു അല്ലെ അർജുൻ? ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു, മരിച്ചിട്ടില്ല എന്ന് തന്നെ വിശ്വസിച്ചു. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ എവിടെയെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെട്ടിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്നൊക്കെ വിചാരിച്ചു. അതാണ്. അപ്പൊ നമ്മൾ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് നമ്മൾ അങ്ങനെ വരുന്നതാണ്. നമ്മളുടെ മാനസികാവസ്ഥയാണ് നമ്മൾ അങ്ങനെ ഓരോ സിറ്റുവേഷൻസിൽ കൂടി ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകും. ഓക്കെ, അതുപോലെ തന്നെ വയനാട് ഇഷ്യൂസ് അല്ലെ, നമ്മൾ കണ്ടതാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാര് എന്താണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അവര് ഒന്നും നോക്കാതെ തന്നെ രാത്രിയെങ്കിൽ രാത്രി എത്തിയ പല ആൾക്കാരുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. വോളണ്ടിയേഴ്സ് ആയിട്ട് വന്ന കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്താണ് നമ്മളുടെ ഒരു മെന്റലി നമുക്ക് ഏതൊരു സാഹചര്യത്തിനോടും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നത് നമ്മളുടേതായ ഒരു കഴിവാണ്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഇല്ല എങ്കിലും ഒരു ഭൂരിഭാഗം പേർക്കും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. എന്താണോ മെസ്സേജ് അയച്ചത്? ഞാൻ കണ്ടില്ല, ഇപ്പൊ തന്നെ പോയി. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ എയിംസും ഒബ്ജക്റ്റീവ്സ് എന്ന രീതിയിൽ നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വയ്ക്കുക കേട്ടോ. കുറച്ചുകൂടി എളുപ്പമാവട്ടെ എന്ന രീതിയിലാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് തന്നത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഭാഗമാണ് എയിംസും ഒബ്ജക്റ്റീവ്സ്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കി വെക്കാൻ, ഏറ്റവും വേർതിരിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്തത്? നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾസ് പറഞ്ഞോ? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു മിസ്. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞു. മാലഡ്ജസ്റ്റ്മെന്റ് വരാട്ടെ പറഞ്ഞു തോന്നുന്നു. സ്കൂൾസ് സാമൂഹിക പ്രശ്നം മാത്രം പറഞ്ഞിട്ടുള്ളൂ. സാമൂഹിക പ്രശ്നങ്ങളോ ഏതാണോ? ഫസ്റ്റ് സെന്റൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് സെന്റൻസോ? സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് ഡിസിപ്ലിൻസ് തെളിയിക്കേണ്ടതൊക്കെ പറഞ്ഞല്ല നമ്മള്. സൂയിസൈഡ്, അണ്ടർ അച്ചീവ്മെന്റ് ഫ്രം സ്കൂൾ എക്സെട്ര. ഓക്കെ, മാലഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാലഡ്ജസ്റ്റഡ് പേഴ്സൺ. യെസ്, മാലഡ്ജസ്റ്റഡ് പേഴ്സൺ ആരാണ്? മാലഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെ. ഇപ്പൊ മാലഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാലോ? മാലഡ്ജസ്റ്റഡ് ചിൽഡ്രൻ എന്തായിരിക്കും? അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത അവസ്ഥ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്ത അവസ്ഥ അല്ലെ, അഡ്ജസ്റ്റ് ചെയ്യില്ല. മാലഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ആയിരിക്കും. അങ്ങനെ ഒരു പേഴ്സൺ എന്തൊക്കെയായിരിക്കും കാണിക്കുന്നത്? അങ്ങനെ ഒരു കുട്ടി, മാലഡ്ജസ്റ്റ് ആയിട്ടുള്ള ഒരു ചിൽഡ്രൻ, ആ കുട്ടി എന്തൊക്കെ ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നത്? ഉണ്ടായിരിക്കില്ല, വാശി കൂടുതലായിരിക്കും. വാശി കൂടുതലായിരിക്കും, എപ്പോഴും ദേഷ്യമായിരിക്കും, മറ്റുള്ള പിള്ളേരോട്
വളരെ ഇതായിട്ട് പെരുമാറും, ഇങ്ങനെ സാധാരണ രീതിയിലല്ലാതെ. ഓക്കെ അനുസരണശീലം ഉണ്ടാവില്ല. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട്. പോയിന്റ്സ് ഒന്ന് നോക്കിയാൽ നിങ്ങള്. School children calls for practicing mental hygiene in schools. Often, the school itself a source of maladjustment. അതിൽ എന്തെല്ലാം വരുന്നുണ്ട്? Lack of friend lines. Lack of friend lines on the part of the teacher. Then, overemphasis on school marks. എന്താണ് lack of friend lines എന്ന് പറഞ്ഞാല്? സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്നത് കുറവായിരിക്കും. സുഹൃത്തുക്കള് കുറവായിരിക്കും അല്ലെ. പിന്നെ എന്താണ്? ഇത് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല, അധികം ഫ്രണ്ട്ലി ആവാത്ത ഒരു ടൈപ്പ് പേഴ്സൺ ആയിരിക്കും. ഓവർ എംഫസിസ് ഓൺ സ്കൂൾ സ്മാർട്ട്. ഓവർ എംഫസിസ് ഓൺ സ്കൂൾ സ്മാർട്ട്. ഒരു മാർക്ക് കുറഞ്ഞ പോലും ആള് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മെന്റലി ഭയങ്കര. അതായത് എക്സാമില് എന്താണ് നമുക്ക് മാർക്ക് കുറയുന്നത് വരെ ആൾക്കാര് വലിയൊരു പ്രശ്നമായിട്ട് എടുക്കുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. അതായത് ആള് ഫുള്ളി ഡൗൺ ആയിരിക്കും. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, പരീക്ഷയിൽ തോറ്റ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല നമ്മള്. അത് ചിലപ്പോ ഒരു മാർക്കിനോ ചിലപ്പോ ഒരു ഗ്രേഡിന്റെ ഒക്കെ വ്യത്യാസത്തിലായിരിക്കും ചെയ്യുന്നത്. അവർക്കത് മെന്റലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് മെന്റലി സ്ട്രോങ് അല്ല. അപ്പൊ അവർക്ക് പിന്നീട് അത് തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള അറ്റംപ്റ്റിലേക്ക് അവര് എത്തിച്ചേരുന്നത്. ഓക്കെ, ടീച്ചേഴ്സ് പാർഷ്യലി. ടീച്ചേഴ്സ് പാർഷ്യലി എന്താണ് ടീച്ചേഴ്സ് പാർഷ്യലി? മാം, ചില ടീച്ചേഴ്സ് ഒത്തിരി പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി കെയർ കൊടുക്കും, അവർക്ക് പറഞ്ഞു കൊടുക്കും. പഠിക്കാത്ത കുട്ടികളെ ബാക്കിലേക്ക് ഇരുത്തും, അവരെ എന്തെങ്കിലും ചോദിച്ചാലും ദേഷ്യപ്പെടും. അങ്ങനത്തെ ഒരു രീതി, അതും കുട്ടികൾക്ക് വിഷമം ഉണ്ടാക്കും. അപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയണത്, ഞാൻ പഠിച്ച ക്ലാസ്സുകളിൽ ഒരു 45 സ്റ്റുഡൻസോളം ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് പറയാം. അപ്പൊ ആദ്യം എനിക്ക് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന കുട്ടികളോട് മാത്രമാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ബാക്കില് എനിക്ക് വളരെ ശബ്ദം കുറവായിരുന്നു, എനിക്ക് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികൾ മാത്രം കുറച്ച് റെസ്പോണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാല്, ബാക്കിയുള്ളവർ കേൾക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, എന്തോ റിയാക്ട് ചെയ്യണില്ല അവര്. അപ്പൊ എനിക്ക് കുറച്ച് നാള് തന്നെ ഞാൻ എന്താണ് ഫ്രണ്ടിലുള്ള കുട്ടികളെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെന്റെ ഒരു എന്റെ രീതിയിൽ തന്നെ പിശകാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി, അപ്പൊ പക്ഷെ ഓരോ കുട്ടികളും നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചിലരുടെ മുഖങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, എല്ലാവരെയും കൂടി കഴുകി ചേർത്ത് കൊണ്ടിട്ടായിരിക്കണം നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഫസ്റ്റ് തുടക്കത്തിലെ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അത് കഴിഞ്ഞാല് 45 കുട്ടികളുമായിട്ടും പിന്നീട് അങ്ങോട്ട് 45 കുട്ടികൾ എല്ലാവരുമായിട്ടും ഒരേപോലെ, ഇപ്പൊ മിണ്ടുന്ന കുട്ടികളാണ് മിണ്ടാത്ത കുട്ടികളായിട്ടും ഒരേപോലെ ഒരു ടൈം കഴിഞ്ഞ സമയത്ത് എനിക്ക് എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നല്ല രീതിയിലൊരു എന്താണ് ഫ്രണ്ട്ഷിപ്പ്, കുട്ടികളായിട്ട് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണം. ആസ് എ ടീച്ചർ ആണെങ്കിൽ കൂടി ആ കുട്ടികളെ നമ്മൾ ആഗ്രഹിക്കണം. ആ കുട്ടികളെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തും. അത് അതുപോലെ ആയിരിക്കണം. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു കുഞ്ഞിനെ പോലും അവരെ പറ്റി, എനിക്ക് എന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെ പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നമ്മളത് ആർജിച്ചെടുക്കുന്നതാണ്. നമുക്കത് പറ്റണം. അല്ലാതെ ആ കുട്ടിന് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ അവർ വിട്ട് കളയരുത്. എല്ലാവരോടും 45 ആണെങ്കിൽ 30 ആണെങ്കിൽ എത്ര പേരുണ്ട് ക്ലാസ്സിൽ, അവരോട് എല്ലാവരോടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഞാൻ എന്റെ ക്ലാസ്സിൽ ഒരാളോട് പോലും ഒരു ദിവസം പോലും മിണ്ടാതിരുന്നില്ല. എല്ലാവരും എഴുന്നേറ്റിരുന്നിട്ട് ചോദിച്ച് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഏതെങ്കിലും ഒരു പീരീഡ് അവരോട് നമ്മൾ എന്തായാലും സംസാരിച്ചു. അതിന് വേണ്ടിയിട്ട് കൂടി നമ്മൾക്ക് സമയം കണ്ടെത്തണം. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവരോട് സംസാരിക്കാനുള്ള ഒരു സമയം കൊടുത്താൽ മാത്രം ആ കുട്ടികൾക്കും നമ്മളോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രം ക്ലാസ് നല്ലൊരു ഫ്ലറിഷായിട്ട് കൊണ്ടുപോകാനും നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും സംസാരിക്കണം, എല്ലാ കുട്ടികളോടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ രീതിയിലായിരിക്കണം നിങ്ങളൊരു ടീച്ചർ ആവേണ്ടത് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവണം. നിങ്ങൾ അങ്ങനത്തെ ഒരു ടീച്ചർ ആയിരിക്കണം. ആരോടും മിണ്ടാതിരിക്കുന്ന ഒരു കാറ്റഗറി നമുക്ക് പാടില്ല. ടോക്കറ്റീവ് ആയിരിക്കും. ടോക്കറ്റീവ് അല്ലെങ്കിൽ കൂടി നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കണം. കുട്ടികളല്ലേ, നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. നമ്മളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അവർക്ക് ഏറ്റവും വലുതായിട്ടിരിക്കുന്നത്.
അങ്ങനെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. ഇല്ലാത്തവരെ പോലും നമ്മൾ അതിലേക്ക് കയ്യിലെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മളേക്കൊന്ന് പറ്റും. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. പിന്നെന്താ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആർക്കും പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാതെ. ഇപ്പൊ പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ നമുക്ക് ചീത്ത പറയാം. ചീത്ത പറയാനൊന്നും ഒരു പ്രശ്നമില്ല. ചീത്ത പറഞ്ഞാലും അത് അത് ആ ഒരു സമയത്തേക്കുള്ളൂ. ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടീനോട് ആ ഒരു ബിഹേവിയർ കാണിക്കരുത്. ആരായാലും, ഏത് ടീച്ചേഴ്സ് ആണെങ്കിലും അങ്ങനെ ആയിരിക്കണം. സ്നേഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും ഉണ്ടായിരിക്കണേ. ഓക്കെ മാം. ഓക്കെ മാം. സ്കൂളിലെ കാര്യം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അത് പറ്റില്ല. ഫിയർ ഓഫ് ഫെയിലിയർ അറിയാലോ. പരീക്ഷയിൽ തോറ്റു പോകുന്നുള്ള ഒരു ഭയം ഉണ്ടായിരിക്കും. എക്സസ് ഹോംവർക്ക് അല്ലെ, ഒരുപാട് ഹോംവർക്കുകൾ കൊടുത്താൽ കുഞ്ഞിന് എന്തായിരിക്കും? എന്തായിരിക്കും? പേടിയുണ്ടാവും. ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം ടീച്ചറിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും ഉള്ള പേടിയാവും. സ്കൂളിൽ പോവാൻ ചെയ്യാനൊരു മടി ഉണ്ടാവും. ഹെവി കരിക്കുലം. ഹെവി കരിക്കുലം നമ്മുടെ പാഠ്യപദ്ധതിയിലുള്ള ആ ഒരു വ്യതിയാനങ്ങൾ അല്ലെ, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആക്ടിവിറ്റീസിൽ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലോ ചിലപ്പോ ചില കുട്ടികൾ, എല്ലാവരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത്. പക്ഷെ ചില കുട്ടികൾക്ക് പറ്റാത്ത രീതിയിലുള്ള പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം, ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ എല്ലാവർക്കും രീതിയിലും കമ്പൽസറി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് തയ്യാറാക്കുന്നത്. അപ്പൊ എന്താണ്, ഇപ്പൊ പഠിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ആ ഒരു ലെവലിൽ എത്താനായിട്ട് സാധിക്കാതെ, അപ്പൊ അത് അവരെ തന്നെയാണ് അത് ബാധിക്കുന്നത്. കേസ് മെന്റൽ ടെൻഷൻ ആൻഡ് ഫിയർ ഇൻ ചിൽഡ്രൻ. പിന്നെ എന്തൊക്കെയാണ്? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഒരു കുഞ്ഞിനെ മെന്റലി ടെൻഷൻ ആക്കാനായിട്ടും പിന്നെ ഭയം ഉയർത്താനായിട്ട് കുഞ്ഞിനെ കൂടുതലായിട്ട് നയിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞത്? ടീച്ചേഴ്സ് പാർഷ്യാലിറ്റി കാണിക്കുന്നതും പരീക്ഷയിൽ തോറ്റു പോകുന്നുള്ളൊരു പേടി. പിന്നെ എന്താണ്? അവർക്ക് ആ ഒരു പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയ ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ പറ്റാതാവുക, ഹോംവർക്സുകൾ ഓവർലോഡഡ് ആവുക. അതൊരു കുഞ്ഞിനെ സംബന്ധിച്ചുള്ള, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇത് പോയിന്റ്സ് ആണോ? അതെ 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 അതെ. Mental hygiene practice helps the teachers to change their angle of vision. Okay, so that the school surroundings become good for the health development of the students. എന്താണ് പറയുന്നത്? സ്കൂളിൽ നിന്നാണ് ആ മെന്റൽ ഹൈജീനിക്കിന്റെ പ്രാക്ടീസ് കൊടുക്കേണ്ടത്. ഏതൊക്കെ രീതിയിൽ? അപ്പൊ നമ്മൾ ടീച്ചേഴ്സിനാണ് ഏറ്റവും കൂടുതൽ അതിൽ ആ കുട്ടികളിൽ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതിന് ടീച്ചർ മാത്രമല്ല, നമ്മുടെ സ്കൂൾ എൻവയോൺമെന്റും കൂടി അതിന് തയ്യാറാകണം അല്ലെ. എന്നും ശിക്ഷ കൊടുത്തും വഴക്ക് പറഞ്ഞും വളർത്തുന്ന കുട്ടികള്, അങ്ങനെയല്ല അവർക്ക് ഒരു എൻവയോൺമെന്റ് അവർ പ്രതീക്ഷിക്കുന്നത്. പറയാം, നമുക്ക് വഴക്ക് പറയാം, അല്ല എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ അതിലെല്ലാത്തിലും എന്താണ്, ഒരു സ്നേഹം ഉണ്ടായിരിക്കണം, ഒരു കെയറിങ് അവർക്ക് തോന്നണം. അല്ലെങ്കിൽ എന്താണ്, അവർക്ക് അവരുടെ മാനസികാവസ്ഥയിൽ തന്നെ എന്താണ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സ് മാം വോയിസ് ക്ലിയർ അല്ല. വോയിസ് എന്തോ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, അതായിരുന്നു കേട്ടോ. അപ്പൊ ഒരു കുട്ടിയുടെ മെന്റൽ ഹൈജീൻ പ്രാക്ടീസ് നമ്മൾ ടീച്ചേഴ്സ് തന്നെയാണ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത് അല്ലെ. ടീച്ചേഴ്സും ആ സ്കൂൾ എൻവയോൺമെന്റും അതിന് ഭാഗമായിരിക്കണം. ഒരു കുഞ്ഞിന്റെ മെന്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു ഇടം എന്ന് പറയുന്നത് സ്കൂളും ആ പരിസരവും തന്നെയാണ് അല്ലെ. സ്കൂൾ ടീച്ചേഴ്സ് ആണ്, നമ്മൾ അധ്യാപകരാണ് കുഞ്ഞിനെ മെന്റലി ഹെൽത്തി ആക്കേണ്ടത്. അതിനുള്ള കാര്യങ്ങളും ആക്ടിവിറ്റീസും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് എസ്പെഷ്യലി നമ്മൾ ടീച്ചേഴ്സ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഫുൾ ആയിട്ട് വായിച്ചിട്ട് വരാം കേട്ടോ. കുറച്ചുള്ളൂ, ഇതും കൂടെ ഉള്ളൂ, ഈ 2 പേജസേ ഉള്ളൂ. എന്താണ് മെന്റൽ ഹെൽത്ത്, അതന്നെ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് ടീച്ചേഴ്സ്, ആസ് എ ടീച്ചർ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും.
മെന്റലി ഹെൽത്തി ടീച്ചർ ആവുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം ഇത്രയും മതി. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്, നമുക്ക് എക്സാമിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ അപ്പൊ ഇത് മിസ് പറഞ്ഞില്ലേ എക്സാമിന് ഇത് ഇങ്ങനെ ചോദിക്കുമെന്ന്, അത് ഡിസ്ക്രൈബ് ചെയ്യാനോ ഡെഫിനിഷനോ അങ്ങനെയൊക്കെ വരുമോ? ഇല്ല, ഡെഫിനിഷൻ വരുമായിരിക്കും. അതല്ലെങ്കിൽ ഡെഫിനിഷൻ അതാരാണ് ആ ഡെഫിനിഷൻ ഓർഡർ ആരാണെന്ന് ചോദിക്കും ചിലപ്പോ. അതാരാണ് ഡിഫൈൻ ചെയ്തത്, അപ്പൊ ഇതിന്റെ പേര് ചോദിക്കും. അത് ഓപ്ഷൻസ് കുറച്ച് വലിപ്പമുള്ളത് നോക്കുന്നുള്ളൂ, അല്ലാതെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടല്ല നിങ്ങൾക്ക്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായല്ലോ അല്ലേ? അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇന്ന് മിസ് ഞാൻ ഇങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞ് പോയിന്റ്സ് ഒക്കെ തന്നുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് വന്നത്. സോറി മാം. ചോദിക്കുന്നല്ല, അത് കുറച്ചുകൂടി നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ മനസ്സിലാവാൻ വേണ്ടിട്ട് അങ്ങനെ തന്നതാ കേട്ടോ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. മാം പറയട്ടെ. ഓക്കെ മാം സൈനിങ് ഔട്ട് പറയട്ടെ. യെസ് പറഞ്ഞോളൂ. കീപ് കാം ആൻഡ് carry on. Signing out, Deepika Verma. Yes, okay. Thank you. Bye. Thank you. Thank you, miss. Thank you, ma'am. ദീപിക നല്ല രസമുണ്ട് കേട്ടോ പറയുന്നത്. പ്രൊണൗൺസിയേഷൻ നല്ല രസമുണ്ട് കേൾക്കാൻ. Thank you, ma'am.